സിറിയയിൽ സുരക്ഷാ സേന മുൻ പ്രസിഡന്റിന്റെ അനുകൂലികളായ 100-ലേറെ പേരെ വധിച്ചു എന്ന വാർത്ത വരുന്നു. മുന്നറിയിപ്പുമായി റഷ്യയും തുർക്കിയും. വെള്ളിയാഴ്ച നോമ്പ് പ്രാർത്ഥനയ്ക്കിടെ വെസ്റ്റ് ബാങ്കിലെ മുസ്ലിം പള്ളി ഇസ്രായേൽ ആക്രമിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. പി ജെയിംസ് ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് 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 ഹായ്. നമുക്ക് ഈ കോഴി അടിക്കുന്ന പോലെ പറയുമ്പോൾ മനസ്സിന് തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം കിട്ടുന്നുണ്ട്. അപ്പൊ തൊണ്ട ശരിയാക്കുന്ന ഈ ഹായ് ഹായ് കോഴി അടിക്കുന്ന പറഞ്ഞാണോ? അല്ല, ഈ ഹായ് പക്ഷേ പ്രേക്ഷകരോടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഹൈ ആണ്. അപ്പൊ ഒരു കാര്യം, ഇസ്രായേലിലേക്ക് ഒന്ന് ഹായ് പറയാം. തീർച്ചയായിട്ടും എസ്കേൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധം ആദ്യഘട്ട വെടിനിർത്തൽ നടക്കുകയാണെങ്കിലും ഇപ്പോഴും വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളില്ല. വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സിറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം അവിടെ വിമതർ പിടിച്ചെടുത്തതിന് ശേഷം അല്പം ശാന്തമായിരുന്നു. ഇപ്പോൾ അവിടെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് അവിടുന്ന് പലായനം ചെയ്ത സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷാർ അസദ്, അദ്ദേഹം റഷ്യയിലേക്കാണ് പലായനം ചെയ്തത്. റഷ്യയും ഇറാനൊക്കെയാണ് ബഷർ അസാദിനെ ഒരുപാട് കാലം സിറിയയുടെ പ്രസിഡന്റായിട്ട് നിലനിർത്തിയത്. അദ്ദേഹം ഉൾപ്പെടുന്നത് ഷിയ വിഭാഗത്തിലെ അലവി എന്ന് പറയുന്ന വളരെ 10% മാത്രമുള്ള ഒരു വിഭാഗത്തിൽ നിന്നാണ്. പക്ഷേ അലവി വിഭാഗത്തെ, പ്രത്യേകിച്ച് ബഷർ അസദിൻ്റെ ജന്മ പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും അവരുടെ പിടിയിലാണ്, ബഷാറിൻ്റെ അനുകൂലികളുടെ പിടിയിലാണ്. ഇത് സുരക്ഷാ സേനയ്ക്ക്, അവിടെ ഇപ്പോൾ ഭരിക്കുന്ന വിമത സേനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അവരവിടെ കയറി ആക്രമിച്ചിരിക്കുന്നു. ചില കണക്കുകൾ അനുസരിച്ച് 162 പേരെ വധിച്ചു എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ 70-നും 100-നും ഇടയ്ക്ക് വധിച്ചു എന്നാണ്. എന്തായാലും 100-ലേറെ പേരെ വധിച്ചു എന്ന റിപ്പോർട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെതിരെ പ്രത്യേകിച്ച് റഷ്യയും തുർക്കിയും ഒക്കെ ഈ ഓടിപ്പോയ പലായനം ചെയ്ത ബഷർ അസാദിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ വലിയ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. സിറിയയിൽ ഈ തരത്തിൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക്, ആഭ്യന്തര കലഹത്തിലേക്ക് പോകരുത് എന്നുള്ള രീതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട് എസ്കേൻ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേലിന് വലിയ ഭീഷണിയുമായിട്ട് വീണ്ടും യമനിലെ ഹൂതികൾ വന്നിരിക്കുന്നു. ഗസയിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, മെഡിസിൻ കൊടുക്കുന്നില്ല, ആൾക്കാരെ കൊല്ലാക്കൊല ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും കടലിലും പുറത്തും ആക്രമണം നടത്തുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലാണെങ്കിൽ ഇപ്പോൾ ഒരു ഇതിൽ നിൽക്കുകയാണ്. കൈറോയിലേക്ക് ഹമാസിൻ്റെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇസ്രായേലി സംഘം എത്തുമെന്ന് പറയുന്നു. 2ാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഇസ്രായേലി ബന്ദികളുടെ വിഷ്വൽസ് പുറത്തുവിട്ടിട്ട്, ആങ്സ്റ്റർ പോലെയുള്ള ആൾക്കാരുടെ വിട്ടിട്ട് അയാൾ അഭ്യർത്ഥിക്കുകയാണ്, എന്നെ വിട്ടുകിട്ടാൻ ഇസ്രായേൽ ഇടപെടണം എന്നുള്ള രീതിയിൽ. അതിനിടയ്ക്ക് ട്രംപ് വളരെ ശക്തമായിട്ടുള്ള അന്ത്യശാസനവുമായി രംഗത്തുണ്ട്. ഇസ്രായേലിൻ്റെ എതിർപ്പിനെ വകവയ്ക്കാതെ ഹമാസുമായിട്ട് അമേരിക്ക ചർച്ച നടത്തുന്നു. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ സംഭവവാസങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് എസ്കേൻ, ഒരുപക്ഷെ നമുക്കറിയാം അത് നോമ്പ് മാസമാണ്. വെസ്റ്റ് ബാങ്കിലെ മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നതിന്, വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥന നടക്കുമ്പോൾ ഇസ്രായേൽ കയറി അവിടെ ആക്രമിച്ചു എന്ന ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് എസ്കേൻ.